ഹായ്, നമസ്കാരം. കേരളത്തിലുള്ളത് VDS സർക്കാരാണ്, VD സതീശൻ സർക്കാർ. പക്ഷേ VD സവാർക്കർ സർക്കാരാണോ എന്നുള്ള ചോദ്യം സാധാരണക്കാരുടെ മനസ്സിൽ നാമ്പിടുന്നതിന് വഴിവെക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ സംജാതമായി. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി വന്ദേ മാതരം 6 സ്റ്റാൻസ 3 മിനിറ്റും 10 സെക്കൻഡും നീണ്ടു നിൽക്കുന്നത് പൂർണ്ണ രൂപത്തിൽ പാടണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ അവതരണ ഘട്ടത്തിൽ തന്നെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു MP എന്ന നിലയ്ക്ക്, എന്താണ് ആ നിയമത്തിന്റെ ഉള്ളടക്കമെന്ന് പോലും അറിയാതെ, എന്തിനേറെ ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ ഏടുകൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് VD സതീശൻ സർക്കാർ ആ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 1937 കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ തീരുമാനം എന്തായിരുന്നു? 2 സ്റ്റാൻസ മാത്രം മതി. ടാഗോറിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ അത് സംബന്ധിച്ച് അപഗ്രഥനം നടത്തിയ ശേഷമാണ് ആ തീരുമാനം കോൺഗ്രസിനെ അറിയിച്ചത്. പിന്നീട് 1950 ഭരണഘടനാ നിർമ്മാണ സഭയുടെ തീരുമാനം എന്തായിരുന്നു? 2 സ്റ്റാൻസ മാത്രം. വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് 6 സ്റ്റാൻസയും പാടണമെന്നുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ ആ എക്സിക്യൂട്ടീവ് ഉത്തരവിന് പ്രത്യേകിച്ച് യാതൊരു നിയമപരമായ സാധുതയും ഇല്ല എന്ന് മാർച്ചിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞേ? ഇത് നിങ്ങൾ നിർബന്ധമില്ലല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പാടാം, വേണ്ടെങ്കിൽ പാടണ്ട. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിനുശേഷം സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം ഈ സർക്കാർ ജൂലൈ 29 വന്ദേ മാതരം ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആ അവതരണ ഘട്ടത്തിൽ തന്നെ അതിനെ ഔപചാരികമായി നിയമപരമായി എതിർത്തിരുന്നു. പ്രിവെൻഷൻ ഓഫ് നാഷണൽ ഓണർ ഭേദഗതി ബിൽ എന്നുള്ളതായിരുന്നു ആ ബില്ലിന്റെ പേര്. എന്തായിരുന്നു ബില്ലിലെ ഉള്ളടക്കം? ബില്ലിലെ ഉള്ളടക്കം വളരെ ലളിതമാണ്. അത് ആർക്ക് വായിച്ചാലും മനസ്സിലാവും. ദേശീയ ഗാനമായ ജനഗണമനയുടെ പദവി വന്ദേ മാതരത്തിന് നൽകുക എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. അതായത് ജനഗണമനയോട് നമ്മൾ അനാദരവ് കാണിച്ചാൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷ വന്ദേ മാതരത്തോട് അനാദരവ് കാണിച്ചാൽ ലഭിക്കും. അത് കൃത്യമായിട്ട് ബില്ലിൽ പറയുന്നുണ്ട്. നിങ്ങൾ ബോധപൂർവമായിട്ട് വന്ദേ മാതരം പാടുന്നത് തടസ്സപ്പെടുത്തിയാൽ ഒരു അസംബ്ലിയിൽ 3 വർഷം നിങ്ങൾക്ക് തടവ് ലഭിക്കാൻ, ഫൈൻ ലഭിക്കാം. വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഓരോ വർഷം കൂടുതൽ. അതല്ലാതെ ആ ബില്ലിൽ നിങ്ങൾ 6 സ്റ്റാൻസ, അതായത് 3 മിനിറ്റും 10 സെക്കൻഡും നിർബന്ധമായി പാടിയിരിക്കണമെന്നുള്ള ഒരു വ്യവസ്ഥയേ ഇല്ല. ഇതാണ്. പക്ഷെ എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനവും ഒരു വ്യവസ്ഥയും ആ ബില്ലിൽ ഇല്ലാതിരിക്കെ കേരള സർക്കാർ, കേരളത്തിലെ UDF സർക്കാർ അത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് VD സതീശൻ സർക്കാരിന്റെ ചായ്വ് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചർച്ച വന്നിരിക്കുന്നത്. പലരും എന്നെ വിളിച്ചു ചോദിച്ചു, അല്ല, ഈ നിയമം പാസാക്കിയ സ്ഥിതിക്ക് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് കേരള സർക്കാരിന് പുറപ്പെടുവിക്കേണ്ടതില്ലേ? ആ നിയമത്തിന്റെ വ്യവസ്ഥകളൊന്ന് പരിശോധിച്ച് നോക്ക്. അനാദരവ് കാണിക്കുമ്പോൾ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. അതല്ലാതെ നിങ്ങൾ നിർബന്ധമായി സംസ്ഥാന ഗവൺമെന്റ് പാടണമെന്നോ ഇത് നിഷ്കർഷിക്കണമെന്നോ 3 മിനിറ്റ് 10 മിനിറ്റോ അങ്ങനെയൊന്നുമില്ല. അനാദരവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി നിയമമായത്. അത് നിയമമായിട്ട് മണിക്കൂർ പോലും ആയിട്ടില്ല. അതിനിടയിലാണ് തിരക്ക് പിടിച്ച് കേരള ഗവൺമെന്റ് ഈ വിഭജനത്തിന് വേണ്ടി, വർഗീയ ചേരിതിരിവിന് വേണ്ടിയിട്ട് BJP ആസൂത്രിതമായി കൊണ്ടുവരുന്ന ഇതുപോലുള്ള നിയമങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഞാൻ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒബ്ജക്ഷൻ റേസ് ചെയ്തപ്പോൾ, Parliament cannot rewrite a constitutional settlement through ordinary legislation. The bill entirely relies upon Dr. Rajendra Prasad's statement, but it suppresses the most important sentence
It suppresses the crucial constitutional context in which the statement was made. Therefore, not a constitutional provision, not a resolution, not even an assembly decision. Parliament cannot elevate a presidential statement into constitutional test 76 years later. അതായത് ഭരണഘടനാ അസംബ്ലിയുടെ ഒരു തീരുമാനത്തെ കേവലപരമായിട്ടുള്ള ഒരു സാധാരണ നിയമനിർമ്മാണം കൊണ്ട് നിങ്ങൾക്ക് വീറ്റോ ചെയ്യാൻ പറ്റില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്കെതിരാണ്. അപ്പോൾ ഈ സർക്കാർ എന്താണ് പറയുന്നത്? ഈ ബില്ലിന്റെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാന്റെ ഭാഗത്തു നിന്ന്, രാജേന്ദ്ര പ്രസാദിന്റെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളുണ്ടായി ഇതിൽ അനുകൂലമായി പൂർണ്ണമായി പാടുന്നത് സംബന്ധിച്ച്. ചെയറിലിരിക്കുന്ന ആള് പലതും പറയും. ഭരണഘടനാ അസംബ്ലിയുടെ തീരുമാനം എന്താണ്? 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി, അതാണ് ദേശീയ ഗീതം എന്നുള്ളതല്ലേ ഭരണഘടനാ അസംബ്ലി 950 എടുത്ത തീരുമാനം. 937 CWCയുടെ പ്രമേയം വി ഡി സതീശൻ ഒന്ന് വായിച്ചു നോക്കണം, എങ്ങനെയാണ് ആ പ്രമേയം കൊണ്ടുവന്നതെന്ന്. ഇപ്പോൾ തിരക്ക് പിടിച്ചിട്ട് ഇത് മുഴുവൻ പാടണമെന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ആർക്ക് വേണ്ടിയാണ്? ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്? ഞാൻ നേരത്തെ തന്നെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കാർ വന്ന ശേഷം കൈക്കൊണ്ട ഓരോ തീരുമാനങ്ങളിലും മോഡിയോടുള്ള ഒരു ചായ്വ്, അതല്ലെങ്കിൽ BJPയോടുള്ള സംഘ് പരിവാറിനോടുള്ള ചായ്വ്. അതുകൊണ്ടല്ലേ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പോലും ചോദിച്ചത് കേരളം ഭരിക്കുന്നത് BJP ആണോ എന്ന് ചോദിച്ചത്. ഇപ്പോൾ ഈ വന്ദേമാതരം സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ നിയമനിർമ്മാണം എന്താണ് എന്ന് ഇഴകേറി പരിശോധിക്കാം. ഈ ജൂലൈ 29 രാജ്യസഭ പാസാക്കുകയും 30 ലോകസഭ ധൃതി പിടിച്ച് പാസാക്കുകയും ചെയ്ത ആ നിയമത്തിൽ ഒരു തരത്തിലും അങ്ങനെയുള്ള വ്യവസ്ഥകളില്ല. അനാദരവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ ബോധ്യപ്പെടുക. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം VD സതീശൻ സർക്കാർ VD സവാർക്കർ സർക്കാരാണോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ. VD സവാർക്കറെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ വലിയൊരു യുഗപുരുഷനാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്.